മലയാള പത്രങ്ങൾ മാതൃഭൂമി 1922 ജൂലൈ 13 തോന്നുന്നു അല്ലേ, ജൂലൈ 13 തുടങ്ങിയ പത്രമാണ്. തുടങ്ങാൻ കാര്യം എന്താണ്? ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേര് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഡിവിഡൻസ് റീപ്പ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് മാതൃഭൂമി ഗ്രൂപ്പ്. മനോരമയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് അവർ ചെയ്യുന്നത് എന്താണ്? അയോധ്യയിൽ 22-ാം തീയതി ബാബറി പൊളിച്ച സ്ഥലത്ത് ഒരു പള്ളി വന്നപ്പോൾ മനോരമയുടെ ഹെഡ്ലൈൻ എന്തായത്? രാമമന്ത്രം അയോധ്യയിൽ. എന്തോ രാമമന്ത്രം? ഞാൻ കേട്ടിട്ടില്ല. ഹിന്ദുക്കളെ ആർക്കെങ്കിലും പറയാമോ എന്തോ രാമമന്ത്രം എന്ന്? മാതൃഭൂമിയുടെ ഹെഡ്ലൈൻ സമർപ്പണം. ഞാനിത് പറയാൻ കാര്യം, എന്നെ ഇത് വളരെ വേദനിപ്പിക്കുകയും ഷോക്ക് ചെയ്യുന്നതിന് കാര്യം, ഇപ്പോൾ ഒരു ടെലിഗ്രാഫ് എന്ന പത്രം അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. കാരണം ടെലിഗ്രാഫ് ഉണ്ടായത് 1982 വർഷങ്ങൾക്ക് ശേഷം. സ്വാതന്ത്ര്യ സമരത്തിന് യാതൊരു റോളും ഇല്ലാത്തൊരു പത്രമാണ്. പക്ഷേ ഈ പത്രങ്ങൾ മാതൃഭൂമി, മനോരമ, ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, അപ്പം ഇവരെല്ലാം ഞാൻ പറഞ്ഞ പോലെ ആവശ്യത്തിനും അസ്ഥാനത്തും എപ്പോഴും പറയുന്നതാണ് ഞങ്ങൾ ഫ്രീഡം സ്ട്രഗിൾ അത് ചെയ്തു ഇത് ചെയ്തു, എൻ്റെ വല്യച്ഛൻ ജയിലിലായിരുന്നു, മറ്റങ്ങനെ ജയിലിലായിരുന്നു എന്ന് പറഞ്ഞ് വളരെയധികം പ്രോഫിറ്റ്സ് ഉണ്ടാക്കി. അതായത് 75 വർഷത്തിൽ ഏകദേശം ആവറേജ് പ്രോഫിറ്റ്സ് 25% ഇന്ത്യയിൽ ഏത് ഇൻഡസ്ട്രിക്ക് 25 ടേൺ ഓവറിൻ്റെ 25% പ്രോഫിറ്റ്സ് കിട്ടും? 2009 വരെ, അതായത് 1947 തൊട്ട് 2009 വരെ ഇവരുടെ ലാഭം ദേവർ മിൻറ്റിങ് മണി. ആ ലാഭത്തിന് ശേഷം ഒരു 10 വർഷം രാജ്യം ഒരു ക്രൈസിസ് ആകുമ്പോൾ 2014 തൊട്ട് ഇന്ന് വരെ ക്രൈസിസ് ആണെന്ന് നമ്മൾ ക്രൈസിസ് അല്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സെമിനാറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ രാജ്യം ഒരു ക്രൈസിസ് ആണെന്ന് വരുമ്പോൾ ലാഭം വേണ്ട, നഷ്ടം സഹിച്ചാൽ ഒരു 10 വർഷമോ 20 വർഷമോ അത് സഹിക്കുമല്ലോ. ദേ ഹാവ് ദ ഡീപ് പോക്കറ്റ്സ് ഫോർ ദാറ്റ്. അത് സഹിച്ചാലും ഞങ്ങൾ വി വിൽ റിട്ടേൺ ടു ദ കമ്മ്യൂണിറ്റി, റിട്ടേൺ ടു ദ സൊസൈറ്റി, റിട്ടേൺ ടു ദ കൺട്രി എന്ന് പറയാൻ ആർജവമില്ലാത്തവർ പത്രങ്ങളിൽ നിന്ന് വിളിക്കാൻ പാടില്ല, മാധ്യമങ്ങളിൽ നിന്ന് വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അവർ കീഴടങ്ങുന്നുള്ള സ്വയം കീഴടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് കീഴടങ്ങൽ? ഞാൻ എത്ര ആലോചിച്ചിട്ട് മതിയാവുന്നില്ല. കാര്യം ഇവർക്കാർക്ക് നരേന്ദ്രമോദി നമ്മൾ പറയും പോലെ പരസ്യമൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് പ്രിന്റ് മീഡിയയ്ക്ക് എനിക്കറിയാം ഒരു പത്രത്തിനും നിങ്ങൾ കൊടുക്കൂടെ രാമക്ഷേത്രം വരുമ്പോൾ വരും, ഇനിയിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ വരും, അതിനേക്കാൾ കൂടുതൽ പരസ്യം നമ്മുടെ കേരള ഗവൺമെൻറ് മനോരമയ്ക്കും മാതൃഭൂമിക്കും ടെലിഗ്രാഫിന് പോലും കേരള കൊണ്ട് കൂടുതൽ പരസ്യം നരേന്ദ്രമോദി തരുന്നതിനെക്കാട്ട് പരസ്യം അവർ തരുന്നുണ്ട്. പിന്നെ എന്നിട്ടും ഒരു സാമ്പത്തികമായ നേട്ടമില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ മനോരമയും മാതൃഭൂമിയും ടൈംസ് ഓഫ് ഇന്ത്യയും ടെലിഗ്രാഫും ഇവർക്കൊന്നും അങ്ങനെ ഭയങ്കര പാതകങ്ങൾ ചെയ്ത കള്ളന്മാരൊന്നുമല്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ട് ഇപ്പോൾ റെയ്ഡ് നടത്തിയാൽ ഫൈൻ അടിച്ച് തീർക്കാവുന്ന ഉള്ളെങ്കിൽ ജയിലിൽ പോകണം. പക്ഷേ ഇത്ര ഭയക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇത് ഭയമല്ല, ഇത് നമ്മുടെ ഇന്ത്യൻ മീഡിയയുടെ ഓണർഷിപ്പിന്. അത് നമ്മൾ നോക്കിയാൽ അപ്പർ ക്ലാസ്, അപ്പർ കാസ്റ്റ്, ഈ രണ്ട് ഇതും കൂടെ ചേർന്ന ഒരു വല്ലാത്ത മാധ്യമ പ്രവർത്തകരും മാധ്യമ മുതലാളികരും തമ്മിലുള്ള അത് മനഃപൂർവ്വമായിട്ടുണ്ടാകുന്നതല്ല കേട്ടോ. ഇറ്റ്സ് എൻ ഇൻഹെറന്റ് ആൻഡ് അണ്ടർലൈയിങ് ട്രെൻഡ്. ആ ട്രെൻഡ്. പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ കഴിഞ്ഞ 75 വർഷവും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ആ 75 വർഷം നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും ജനതാ പാർട്ടികളെയൊക്കെ സോഷ്യലിസ്റ്റ് ലോഹിയ പാർട്ടികളെ കുറ്റം പറഞ്ഞാലും ഒരു സെക്യുലർ മനസ്സെന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നു. ഇവർക്ക് ഭയമായിരുന്നു, അതിനെ ശരിക്കും ഭയമായിരുന്നു അന്ന്. ഈ കാര്യങ്ങൾ, ഈ വിഷം പുറത്തു കൊണ്ടുവരുന്ന അന്ന് ഭയമായിരുന്നു. ഇന്ന് അവർക്കറിയാം തീർച്ചയായിട്ടും ഉള്ളിലുള്ള വിഷം, അതായത് ഏകദേശം 75 വർഷത്തോളം ഉള്ളിൽ ബോട്ടിലപ്പ് ചെയ്ത് നമ്മൾ പറയുന്ന ആ വിഷം ചീറ്റിയാൽ ചിലപ്പോൾ വല്ല നല്ല കാര്യം ഗുണമെല്ലാം കിട്ടും, ഗുണം കിട്ടിയില്ലെങ്കിലും അവർക്ക് ഉള്ളിലുള്ള ആ വിഷം പുറത്തു വരികയാണ്. അതിന് പ്രധാന കാര്യം ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എത്ര മുസ്ലിം എഡിറ്റേഴ്സിൻ്റെ പേര് ഓർമ്മ വരുന്നു ഇന്ത്യയിൽ? ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും നല്ല 45 തൊട്ട് ഇതുവരെയുള്ള എത്ര മുസ്ലിം എഡിറ്റേഴ്സിൻ്റെ പേര് ഓർമ്മ വരുന്നുണ്ട്? അല്ലമീൻ എന്ന് പറഞ്ഞ് 100 വർഷം ഇപ്പോൾ പൂർത്തിയാക്കിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ എത്ര പേര് വായിച്ചിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പറഞ്ഞ വാക്ക് എന്താണെന്ന് പറയുന്നത് നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണനെയും സ്വദേശാഭിമാനി രാമകൃഷ്ണനെ പോർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പബ്ലിഷർ വക്കം മൗലവിയാണെന്ന് നമ്മൾ പറയേണ്ടതല്ലേ? അങ്ങനെ പറയാറില്ല. നമ്മൾ എന്തുകൊണ്ട് പറയുന്നില്ല? നമ്മൾ പറയില്ല. എത്ര ദളിത് എഡിറ്റേഴ്സ് നമുക്കറിയാം. അംബേദ്കർ സ്ഥാപിച്ച പത്രമാണ് മൂകനായകൻ. അതായത് ശബ്ദമില്ലാത്തവർക്ക് മൂകരായ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം കൊടുക്കുന്ന ഉള്ള ഹീറോ എന്ന് മൂകനായകൻ എന്ന പത്രം. ആ പത്രം പൂട്ടിപ്പോയി. പക്ഷേ ഒരു 5 വർഷം മുമ്പ് ഒരു വനിത അത് വീണ്ടും റിവൈവ് ചെയ്ത് മൂകനായകൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ദളിത് ഇഷ്യൂസിലെ ഏറ്റവും നല്ല ന്യൂസ് സ്റ്റോറീസ് വരുന്ന ഒരു വെബ്സൈറ്റാണ്. എത്ര മലയാള പത്രങ്ങൾ ഈ വെബ്സൈറ്റിനെ കുറിച്ച് സ്റ്റോറി ചെയ്തിട്ടുണ്ട് ഇവിടെ? എത്ര ടെലിവിഷൻ ചാനലിനെ കുറിച്ച് സ്റ്റോറി ചെയ്യണം ചോദിക്കുകയാണ് ഞാൻ. ഇപ്പം നമ്മൾ പറയുന്ന പത്രങ്ങളെല്ലാം ക്രൈസിസിലാണ്. പത്രങ്ങൾ ക്രൈസിസിലൊന്നുമല്ല. ഏതെങ്കിലും പത്ര മുതലാളി ഇവിടെ 1 കിലോയെങ്കിലും വെയിറ്റ് കുറഞ്ഞ് നിങ്ങൾക്ക് അറിയാമോ? ഈ ക്രൈസിസ് കാരണം 2009 തൊട്ട് ക്രൈസിസ് എന്ന് പറയാണ്. ഏതെങ്കിലും ഒരു പത്ര മുതലാളി ഇതിനൊക്കെ അവർ നടക്കുന്നതിനേക്കാൾ ചെറിയൊരു കാറിൽ സഞ്ചരിച്ചാലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പത്ര മുതലാളി നമ്മൾ വാട്ടറിലും ഹാർവാർഡിലും ഓക്സ്ഫോർഡിലെല്ലാം പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ വേർ ഇസ് എ ക്രൈസിസ്?
ക്രൈസിസ് വരുന്ന ശമ്പളം കൊടുക്കാനും ഇൻക്രിമെന്റ് കൊടുക്കാനും ഉള്ള മാത്രമേ ക്രൈസിസ് ഉള്ളൂ, അല്ലാതെ ക്രൈസിസ് ഇല്ല. ഏതെങ്കിലും ഒരു പത്ര യൂണിയനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ? യൂണിയൻ ഇല്ല. യൂണിയനെ കംപ്ലീറ്റ് ഡിസ്ട്രോയ്ഡ് എവരിത്തിങ്. KUAA എന്ന് പറഞ്ഞ യൂണിയൻ, പക്ഷേ KUAA പോലും പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല. ഈ കോഴിക്കോട്ട് 2 ആഴ്ച മുമ്പ് മറുവാക്ക് എന്ന് പറഞ്ഞൊരു മാത്സ് ഉണ്ട്, എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നറിയില്ല. അംബിക എന്ന് പറഞ്ഞ കൂട്ടി, അതിനെക്കുറിച്ച് പോലീസ് കേസെടുത്തു. KUJ എന്തെങ്കിലും ചെയ്തിട്ടോ എനിക്ക് അറിയില്ല, ചെയ്ത് കാണണം. ഐ ഹോപ്പ് ദേ ഹാവ് ഡൺ സംതിങ്. പക്ഷെ അപ്പം അംബിക പറയുന്നത് എന്താണെന്ന് അറിയാം? അംബിക വിളിക്കുന്ന പത്ര മുതലാളി എന്നാണ്. ആ മറുവാക്ക് എന്ന് വെച്ചാൽ കാര്യം അവരുടെ ഓണർഷിപ്പിലാണ് നടത്തുന്നത്. അവരെങ്ങനെയാണ്? ഞാൻ അറിഞ്ഞിടത്തോളം അവർ മാവോയിസ്റ്റൊന്നുമല്ല. ഞാൻ അറിഞ്ഞിടത്തോളം അവർക്ക് കിട്ടിയ PF, തേജസ് എന്ന പത്രം പൂട്ടിയപ്പം ആ കിട്ടിയ PF ഫണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്താണ് ആ പത്രം എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇന്ത്യൻ ജേർണലിസ്റ്റിൽ എത്ര പേര് പ്രോവിഡന്റ് ഫണ്ട് എടുത്തൊരു പത്രം നടത്തിയിട്ടുണ്ട് എനിക്കറിയില്ല. ഇവരെയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. എത്ര ടെലിവിഷൻ ചാനൽ, എത്ര അന്ത്യചർച്ച നമ്മൾ അതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും ചെയ്യാതെ മാധ്യമങ്ങൾ കീഴടങ്ങുന്നു. പേടിയാണ്. ഞാൻ പറഞ്ഞ അട്ടർ റബിഷ്. ഇവർക്ക് യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ദർ പാർട്ട് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇപ്പോൾ ക്രൈസിസ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ 75 വർഷത്തിലായി ഞാൻ വീണ്ടും എൻ്റെ കണക്കുകൾ ഐ ഹാവ് സം ഫിഗേഴ്സ്, എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാനൊരു സ്ഥാപനത്തിൽ ജോലിക്കാരനാണ്. കോടികൾ ലാഭം ഉണ്ടാക്കി. അത് ഞാൻ പറഞ്ഞില്ല, 25% ഏത് ഇൻഡസ്ട്രിയിലാണ് ഇന്ത്യയിൽ കിട്ടുന്നത്? എങ്ങനെ? ഒരേ ഒരു ഇൻഡസ്ട്രി ഉള്ളു, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രി എന്ന് പറയാനൊക്കില്ല. ഇറ്റ്സ് എ പെർസെപ്ഷൻ ഇൻഡസ്ട്രി. അല്ല, ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഇൻഡസ്ട്രിക്ക് 25% ടേൺ ഓവറിന് 20% പ്രോഫിറ്റ് കിട്ടില്ല. അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയവരാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങളെ അടിമപ്പെടുത്തുന്നു, ഞങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദം. എന്ത് പ്രശ്നം ഉണ്ടായാലും നരേന്ദ്രമോദിയെ പറഞ്ഞ് ബ്ലെയിം ചെയ്യാന്നുള്ള ഇതാണല്ലോ.